ഇനി മാനസ പറയ്, ഞാനൊരു മോശപ്പെട്ട ആളാണോ? അല്ല. ആയിരുന്നെങ്കിൽ എന്റെ മുറിയില് ഇത്ര ധൈര്യത്തോടെ നിങ്ങളെ ഞാൻ ഒളിപ്പിക്കില്ലായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം വരെ ഞാൻ ഈ മുറിയിൽ എത്തിക്കില്ലായിരുന്നു. എനിക്കൊരു വിശ്വാസം തോന്നി, സ്വന്തം മനസാക്ഷിയോട് തോന്നുന്ന വിശ്വാസം. ഈശ്വര, ചോറിങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ ദേഷ്യപ്പെട്ടത് ഏട്ടത്തി. ശബ്ദം കേട്ടാ ഓടി വരും. മാനസ, 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 എന്തെടുക്കാ നീ ഇവിടെ? എന്താ? ഇതോടെ കൊണ്ടുവയ്ക്കോ മാനസ. നീ എന്താ ഈ മുറി കുറ്റിയിട്ടിരിക്കുന്നത്? വെറുതെ. വെറുതെയോ? ഇത് കൊള്ളാം. എന്റെ മുറി എനിക്ക് കുറ്റിയിട്ടൂടെ? ഇവിടുന്ന് എന്താ ഒരു ശബ്ദം കേട്ടെ? അത് ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ പാത്രം താഴെ വീണതാ. ഒരു കാര്യവും ശ്രദ്ധയില്ല. ടോയ്ലറ്റിന്റെ ഡോർ തുറന്നിടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മാറിങ്ങോട്ട്. ഓരോരോ ശീലങ്ങളാ മാനസിക്ക്. ബെഡ്റൂമിലിരുന്ന് ആഹാരം കഴിക്കുന്നതും ആദ്യമായിട്ട് കാണുക ഞാൻ. പോയോ? പോയി. എന്റെ അമ്മേ, ശരിക്കും പേടിച്ചു. കണ്ടിരുന്നെങ്കിലോ? എനിക്കറിയില്ല എന്താ സംഭവിക്കുമെന്ന്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് ഓടിയില്ല. എന്തും സംഭവിക്കാം. എന്ത് പറ്റി സാർ? കിടന്നില്ലേ? മനസ്സ് ശരിയല്ലടോ. എന്റെ മൂക്കിന് താഴെ ഒരു കൊലപാതക ശ്രമം നടന്നിട്ട് ഒരു തുമ്പും കണ്ടുപിടിക്കാൻ കഴിയാത്തത് നാണക്കേടല്ലടോ. അതിന് സാറിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് വിചാരിച്ചിട്ട് തെളിയിക്കാൻ കഴിയാത്ത എത്രയോ കേസുകൾ നമ്മുടെ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. പെങ്ങളെ കെട്ടാനിരുന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചവനോട് ശരിക്കും വൈരാഗ്യമുണ്ട് മനസ്സില്. ഒരു കോൺസ്റ്റബിൾ എന്നതിനപ്പുറത്തുള്ളൊരു ബന്ധം തന്നോട് എനിക്കുണ്ട്. അത് വെച്ച് പറയാ, ഈ കേസ് അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ ഭാര്യയുടെ വരെ പുച്ഛം കലർന്ന പരിഹാസം കേൾക്കേണ്ടി വരും. എനിക്ക് മനസ്സിലാവും സാറിന്റെ പ്രയാസം. പറഞ്ഞു വരുമ്പോ പോലീസിന്റെ തലപ്പത്ത് ജോലി, വാഹനം, വീട്, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഹരിശങ്കറിന്. ഇല്ലാത്തത് ഒന്നേ ഉള്ളൂ, മനസ്സമാധാനം. ഒരിക്കലും തോരാത്ത ചാറ്റൽ മഴ പോലെ മനസ്സിൽ പെയ്യുന്ന കണ്ണീരിന് അളവില്ല, അളക്കാൻ പറ്റില്ല. കളപ്പുരയ്ക്കൽ കരുണാകരൻ എന്ന കോടീശ്വരൻ മകൾക്ക് വിലയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു കളിപ്പാട്ടോ ഞാൻ. ഹരിശങ്കർ IPS. എന്നെയല്ല, പേരിന്റെ കൂടെയുള്ള IPS എന്ന 3 അക്ഷരത്തെ മാത്രം നോക്കി വില പറഞ്ഞുറപ്പിച്ച് വാങ്ങിച്ച വെറും കളിപ്പാട്ടം. അതെ, ഒരു പില്ലോ എടുത്തോട്ടെ? വേണ്ട. അതെ,
ഇവിടെ കിടന്നോളാം. ഇയാള് പോയാ കട്ടിലിൽ കിടന്നോ? ഏയ്, അത് വേണ്ട. വേണം. ഞാനിവിടെ ഈ സോഫയിൽ കിടന്നോളാന്നേ. മാനസ വെറുതെ വാശി പിടിക്കണ്ട. എത്ര നിർബന്ധിച്ചാലും ഞാൻ കട്ടിലിൽ കിടക്കില്ല. ഉറപ്പാണോ? സംശയം എന്താ? അത്രയ്ക്ക് സൗകര്യമൊന്നും ഞാൻ അർഹിക്കുന്നില്ല. അത് നേരാ. അഴുക്ക് ചേർത്ത സിമന്റ് തറയാണ് വിരി. നല്ല ഗോതമ്പുണ്ട്. ജയിലിലിപ്പോ ഗോതമ്പുണ്ടയില്ല. SP യുടെ അനിയത്തിക്ക് കുറച്ചുകൂടെ വിവരം ഞാൻ പ്രതീക്ഷിച്ചു. ഇയാള് കുറെ തവണയായി എനിക്ക് വിവരം ഉണ്ടാക്കാൻ നടക്കുന്നു. മര്യാദക്കില്ലെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. കിടക്കുന്നില്ലേ? ആർക്കും വരണ്ടേ? SP ഓഫീസിന്റെ പരിധിയിൽ വെച്ചാ അവൻ മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തം മുഴുവൻ എനിക്ക്. അതും പെങ്ങളെ കെട്ടാൻ പോകുന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കടന്നു കളഞ്ഞവൻ. പോലീസിനേക്കാൾ ബുദ്ധി ഇപ്പോ ക്രിമിനൽസിനാ. കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ കഴിവുകേടായി പോകും ഗൗരി. ഒരു സമാധാനമില്ല. തുടങ്ങി പാതിരാത്രിക്ക് കച്ചേരി. ഇതിന്റെ ഒച്ച കേൾക്കുമ്പോ എനിക്ക് കലിയ. അതെവിടുന്നാ ആ വയലിൻ ശബ്ദം കേൾക്കുന്നേ? അതിവിടെ പതിവാ. സംഗീതവും സാഹിത്യവും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വട്ടുണ്ട് മൈനിക്ക്. കൂടി വന്ന അരമണിക്കൂർ സഹിച്ചേ പറ്റൂ. സഹിക്കാനോ? എനിക്ക് ഏറ്റവും ഇഷ്ടം വയലിൻ കച്ചേരികളാ. ശ്രുതി ഇത്ര ഇണങ്ങുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ഇല്ല. മാനസിക ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്. എന്ന് വെച്ച് ആ സമയത്തുള്ള ഈ വട്ടൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മോഹനമാണ് രാഗം, മോഹിപ്പിക്കുന്ന രാഗം. പലപ്പോഴും മോഹനൊരു തലോടൽ പോലെ തോന്നും. ഒരു ഫെദർ ടച്ച്. ഇഷ്ടങ്ങളുടെ തൂവൽ സ്പർശം. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? സംസാരിക്കാൻ വയ്യല്ലേ? സാരമില്ല മോനെ, ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. തളരരുത്, പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കെ. മലയിളകി വന്നാലും അച്ഛനുണ്ടാവും കൂടെ. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ കാണട്ടെ മോനെ. വെട്ടരിവ എടുത്ത് വീശു അമ്മ. തൽക്കാലം ഒന്നും ചെയ്യരുത്. ശബ്ദം തിരിച്ചു കിട്ടുമ്പോ പോലീസിനോട് പോലും സിദ്ധാർത്ഥന്റെ പേര് നീ പറയണ്ട. എങ്ങനെയെങ്കിലും SP യുടെ അനിയത്തിയുമായിട്ടുള്ള കല്യാണം നടക്കണം. അതിനൊരു തടസ്സവും ഉണ്ടാവരുത്. കല്യാണം കഴിയുന്നതുവരെ ആരും ഒന്നും അറിയരുത്. അറ്റംപ്റ്റ് ടു മർഡർ സെക്ഷൻ 307. ജാമ്യമില്ലാതെ അകത്തു പോകുന്നതിൽ 10 വർഷം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്. നമ്മുടെ കെടുകാര്യസ്ഥത എന്ന് വെച്ചാൽ ഈ യൂണിഫോം ഇട്ട നമ്മുടെ കഴിവുകേട്. അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. ഐ ആം സോറി സാർ. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. ഐ നോ, ഇത് നമ്മുടെ പരാജയമാണ്. കീഴുദ്യോഗസ്ഥരെ മാത്രം അതിന് കുറ്റപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനല്ല ഞാൻ. ഐ നോ യുവർ ഫീലിംഗ്സ്, ബട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. രക്ഷപ്പെട്ടു പോയത് സുകുമാരക്കുറിപ്പൊന്നുമല്ലോ. മൊത്തം പോലീസിനും നാണക്കേടല്ലേ നന്ദൻ ഇത്? അതെ സാർ,
പക്ഷെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ട്രീറ്റും ഒരു സ്ഥലവും ബാക്കിയില്ല. ഓരോ സ്ട്രീറ്റും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. എന്നിട്ടും അൺഫോർച്ചുനേറ്റ്ലി അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നന്ദൻ ഒരു കാര്യം ചെയ്യൂ, ഈ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഒരിക്കൽ കൂടി പോകൂ. അവന്റെ ഒരു സഹോദരിയില്ലേ അംബിക? സർ, അവളെ ഒന്നുകൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യൂ. വീടുമായി അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയണം. സർ, പോലീസിന്റെ രീതിയിൽ ഒന്ന് വിരട്ടി നോക്ക്. ഓഫ് കോഴ്സ് സർ. ഒരറിവ് കിട്ടും. ഒരു കുറ്റവാളിക്കും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്നെപ്പോലൊരു ബാധ്യത ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? അയ്യോ, ബാധ്യത എന്ന് മാത്രം പറഞ്ഞാ പോരാ, ഒഴിവാക്കാൻ പറ്റാത്ത ബാധ്യത. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയാറില്ലേ? ഏതാണ്ട് അതുപോലെ. ഞാൻ പോയിക്കോളാം. ഈ കാലം വെച്ച് നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ മാഷേ. എന്നായാലും പോലീസുകാരുടെ തള്ളുകൊള്ളണം. അത് പെട്ടെന്ന് വേണമെങ്കിൽ അയക്കോ. തൽക്കാലം ഈ ജീൻസ് ഒക്കെ മാറ്റി മുണ്ടെടുക്ക. ഏട്ടന്റെ മുറിയിന്ന് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. അല്ല, ഇത് കീറിയിട്ടുണ്ടല്ലോ. അയ്യടാ, ഇതെടുത്തോണ്ടേ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്നല്ലോ. ഈ മുറിക്കകത്ത് കുത്തിരിക്കാനല്ലേ? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടും മനുഷ്യ. അടുത്ത കുറിച്ച് ആരാണോ ആവോ ബാത്റൂമിൽ കയറാൻ. ഏട്ടനോ? ഏട്ടനെന്താ ഈ സമയത്ത്? ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോകുന്നുണ്ട്. നീ വരുന്ന വേണുഗോപനെ കാണാൻ? ഞാനും വരുന്നു. ആ, പെട്ടെന്ന് വാ. ഇറങ്ങി വാ. ഞാനൊന്ന് ശത്രുവിനെ കണ്ടിട്ട് വരാം. വേണുഗോപനെ. എന്താ അവസ്ഥയെന്നൊന്ന് അറിയട്ടെ. മരിച്ചു പോകുന്ന ഉറപ്പായ പറയണം. എനിക്കിവിടുന്ന് പോണം. ഞാൻ കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ടാവരുത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്കിരിക്കാം. വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. പേടിക്കണ്ട, ഉപദ്രവിക്കാനല്ല. ഈ സിദ്ധാർത്ഥൻ എവിടെയുണ്ടെന്ന് അറിയില്ല അല്ലേ? ഇല്ല. അറിയില്ലെങ്കിൽ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവല്ലാനാ SP സാർ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? ഞാൻ വന്നിട്ട് എന്താ സർ കാര്യം? ഏട്ടനല്ലേ നിങ്ങൾക്ക് ആവശ്യം? കിട്ടുന്നത് വരെ നിന്നെ അകത്തിടാനാ ഓർഡർ. നിനക്കൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, എന്തിയേ? മോൾ ഉറങ്ങുവാ. നിനക്ക് വേറെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്. ഇവിടെ ഇല്ലേ? അമ്മ ക്ഷേത്രങ്ങളിലേക്ക് പോയതാ തീർത്ഥാടനത്തിന്. 2 ദിവസം കഴിയുമ്പോ വരും. അപ്പോ നിന്നോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ കേസ് വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുക. മിക്കവാറും നീയും കൂടെ അകത്ത് പോവും.
വേണമെങ്കിൽ ഞാൻ ഈ കേസങ്ങ് ഒഴിവാക്കി തരാം. എങ്ങനെ? എങ്ങനെയും. കൈയെടുക്ക്. ഇതിപ്പോ നിന്റെ ചേട്ടന് വേണ്ടിയാ. ഞാൻ കൈയെടുക്ക് സാറേ. ഞാൻ രക്ഷിക്കാം. ഇറങ്ങ പുറത്ത്. പുറത്തേക്ക് ഇറങ്ങാൻ. കാക്കിയിട്ടോന്നോടാ നിന്റെ കളി. സൂക്ഷിച്ചോ. കാക്കിയുടെ ബലത്തില് മാനത്തിന് വില പറയാൻ വന്ന ഏത് തമ്പുരാനായാലും ചെവിക്കല്ല് നോക്കി അടിക്കും. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ്. നീ ഇതിനനുഭവിക്കും. കൂടി വന്നാ കൊല്ലും. അതും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. സാർ പോ. ഗുഡ് മോർണിംഗ്. എന്താണ് വേണുവിന്റെ കണ്ടീഷൻ? ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രാജുവലി ആകും. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? സംസാരിപ്പിക്കാൻ ശ്രമിക്കണ്ട, സ്ട്രെയിൻ ആകും. നീ ചെല്ലേ. How are you? സംസാരിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് സുഖാവട്ടെ. അപ്പൊ ഞാൻ വരാം, വന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഈ അക്രമം ചെയ്തവനെ പോലീസ് പിടിച്ചിരിക്കും. പേടിക്കണ്ട, എല്ലാം ശരിയാവും. കഴിക്കും, അതെന്റെ ആവശ്യം. ഹരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ വേണുഗോപന് ശബ്ദം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മിണ്ടും പറയില്ലാത്തൊരാൾക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂ? വിവാഹം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നെങ്കിലോ? കഴിഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല ഹരി, ഒരു കൊലപാതക ശ്രമോ?
പ്രതി മിസ്സിംഗോ? പോലീസിന്റെ കഴിവുകേട് കൊണ്ടും അയാളെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ കഴിവുകെട്ട ആളാണെന്ന് സമ്മതിച്ച പ്രശ്നം തീരോ? ഞാൻ ഹരിയുടെ പേര് പറഞ്ഞില്ല, മൊത്തത്തിൽ പോലീസിനെ പറഞ്ഞത്. മൊത്തത്തിൽ പോലീസിനെ ഒന്നല്ല, നീ എന്നെ എയിം വെച്ച് തന്നെയാ സംസാരിക്കുന്നത്. ആണെങ്കിലും തെറ്റില്ല. ഹരിയുടെ സർക്കിളിൽ വെച്ച് ഒളിവിൽ പോയ ഒരാളെ പിടിക്കാൻ കഴിയാത്തത് ഹരിയുടെ കൂടി കഴിവുകേടാ. ഞാൻ ദൈവമൊന്നുമല്ല, ഒരു മനുഷ്യനാ. ചില കുറ്റവാളികളെ എത്ര ശ്രമിച്ചാലും പിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവര് പോലും അറിയാതെ പോലീസിന്റെ വലയിൽ വന്ന് വീഴുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഹരി, അയാളെ പിടികിട്ടാത്തിടത്തോളം കാലം വേണുഗോപൻ സേഫ് അല്ല. വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കാം. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ വേണുഗോപന്റെ മരണം ഉറപ്പാ. ഗൗരി, എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞതാ. ആലോചിക്ക്, അകാലത്തിൽ പെങ്ങള് വിധവയാവണമെന്നും